എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി ഇന്ന് ഓപ്പണിങ് കുറച്ച് ഹൈയിൽ പോയി, അതിനുശേഷം നല്ലൊരു ഡൗണിൽ പോയി. പിന്നെ പ്രീവിയസ് ഡേ ലോയിൽ സപ്പോർട്ട് എടുത്തിട്ട് ഹെവി മൂവ്മെൻ്റ് ആയിരുന്നു അപ്പിലോട്ട് പോയി. പ്രീവിയസ് ഡേ ഹൈ R1, R2, R3യുടെ മുകളിൽ പോയതിനു ശേഷമാണ് ഇവിടെ ഒരു സെല്ലിങ് വരുന്നത്. പക്ഷേ നോക്കിയിരിക്കുന്നവർക്ക് ഈ ഒരു മൂവ്മെൻ്റൊക്കെ ഈസിയായിട്ട് പിടിക്കാൻ പറ്റുമായിരുന്നു. നല്ല മൂവ്മെൻ്റ് ആയിരുന്നു. ഇതിൻ്റെ ഡേ ചാർട്ട് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഈ ഒരു ലെവല് ഈ രണ്ട് ലെവലിൻ്റെ അകത്തോ ചിലപ്പോൾ ഇച്ചിരി ഒന്ന് മുകളിലോട്ടോ ചിലപ്പോൾ കയറാനൊരു ചാൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഈ ലെവലിൽ നിന്നൊക്കെ ഒരു സെല്ലിങ് നമ്മൾ പ്രതീക്ഷിക്കണം. അപ്പം നാളെ ഈ മാർക്കറ്റ് ഓപ്പണിങ്ങിൽ വന്നിട്ട് ഇന്നത്തെ ഇതിൻ്റെ ക്യാൻഡിൽ, അപ്പോൾ ഇതിൻ്റെ ഹൈ ആണ് ഈ ഹൈ ഓപ്പണിങ്ങിലൊരു ഹെവി മൂവ്മെൻറ്റ് ഈ ഹൈ അടിച്ചാൽ നല്ലൊരു സെല്ലിങ് മാർക്കറ്റിൽ വരും. ഇന്ന് ഞാൻ ഈ പറഞ്ഞ ഈ ഹൈ അടിച്ച സമയത്ത് തന്നെ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് സെല്ലിങ് വരാൻ ചാൻസ് ഉണ്ടെന്ന്. അത് അവിടുന്ന് ഒറ്റയടിക്ക് ഏകദേശം 300 പോയിൻ്റ് താഴെ പോയതിന് ശേഷം തിരിച്ച് കയറി വന്ന് ഹൈയിൽ കവറായി. പക്ഷേങ്കിൽ നാളെ ഓപ്പണിങ്ങിൽ വീണ്ടും ഇതൊരു 100-150 പോയിൻ്റ് പ്ലസ്സിൽ ഓപ്പൺ ചെയ്തെങ്കിൽ അവിടുന്ന് ഒരു സെല്ലിങ് വരാൻ ചാൻസ് കൂടുതലാണ് മാർക്കറ്റിൽ. പിന്നെ അടുത്തൊരു ലെവല് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ ലെവലിൻ്റെ മുകളിൽ ഇപ്പോൾ 2-3 ദിവസം ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് നിന്നാൽ ഈ ഒരു നിഫ്റ്റി ചിലപ്പോൾ ഈ 25,070 മാക്സിമം ഒരു 25,200 അതിൽ കൂടുതലൊന്നും വരത്തില്ല. ആ റേഞ്ചിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ഒരു 2-3 ദിവസം ഈ റേഞ്ചിൽ സൈഡ് വേസ് മൂവ്മെൻറ്റ് അധികം ഇറങ്ങാതെ സൈഡ് വേസ് ചെറിയ ഇങ്ങനത്തെ ഒരു മൂവ്മെൻറ്റ് നിൽക്കണം. അടുപ്പിച്ചടുപ്പിച്ച് ചെറിയ ക്യാൻഡിൽ വന്ന് നിൽക്കണം. അങ്ങനെ നിൽക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു ലെവലിൽ വരും. അതല്ല നാളെ ഒരു ഹെവി മൂവ്മെൻറ്റ് ഓപ്പണിങ്ങിൽ തന്നെ തരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഇവിടുന്ന് ഇതിന് മുകളിൽ കയറി നേരെ ഇങ്ങനെ ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. ബാങ്ക് നിഫ്റ്റിയിലും അതുപോലെ തന്നെ. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ ലെവൽ പറഞ്ഞു, ആ ലെവലിന് മുകളിൽ കയറിയിട്ടുണ്ട്. അപ്പം ഈ ഒരു റേഞ്ചിൽ നിന്ന് ഹൈയുടെ മുകളിൽ നിന്ന് 54 അടിച്ചതിന് ശേഷം ഒരു സെല്ലിങ് വരാൻ നല്ലൊരു ചാൻസ് ഉണ്ട്. നാളെ അത് വന്നെങ്കിൽ ഉറപ്പായിട്ടും നാളെ സെല്ലിങ് വരും ഇതിനകത്ത്. അതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. പിന്നെ ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ ഓരോരുത്തർക്കും പല രീതിയിലായിരിക്കുമല്ലോ ഓരോരുത്തരും ഓരോ ഷെയറുകളും ഇൻഡെക്സും ഒക്കെ അനലൈസ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ രീതിയിൽ ഇതാണ്. ഓപ്പണിങ്ങിൽ നാളെ ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും പിന്നെ നിഫ്റ്റി ആണെങ്കിലും ഹൈ അടിച്ചാൽ ഓപ്പണിങ്ങിൽ അടിക്കണം. ഒരു 3/4 മണിക്കൂറിനുള്ളിൽ അടിച്ചാൽ ഉറപ്പായിട്ടും മാർക്കറ്റ് ഇറങ്ങി വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതാണ് എൻ്റെ ഒരു വ്യൂ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറാണ് ഈ കാണുന്നില്ല. ഈ കാണുന്ന ഷെയർസിനകത്ത് നമുക്ക് നല്ല ചാൻസുകൾ തന്ന ഷെയറുകൾ 4-5 ഉണ്ടായിരുന്നു. അതിനകത്തൊരു 4-5 ഷെയർ നമുക്ക് നോക്കാം. നമുക്ക് നല്ല ചാൻസ് തന്ന ഷെയർ ഒന്ന് ഹെഗിനകത്ത് നോക്കിയാൽ ഇവിടെ നോക്കി ഓപ്പണിങ് ഇവിടെയാണ്. അതിനുശേഷം പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, നേരെ R1 പോയിട്ട് തിരിച്ചിറങ്ങി. നമ്മളിവിടെ ഒരു എൻട്രി എടുത്ത 616 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് വൺ സൈഡ് മൂവ്മെൻറ്റ് താഴോട്ട് 616 നമുക്ക് 575 രൂപ, അതായത് 42 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് വൺ സൈഡ് മൂവ്മെൻറ്റിൽ ആ ഷെയർ തന്നു. അതിനുശേഷം ശിവാലിക് എന്ന് പറയുന്ന ഷെയർ അതും വന്നിട്ട് ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഓപ്പണായി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു, ഇവിടം വരെ വന്നു.
പക്ഷേ R1 അടിച്ചില്ല. ഇവിടെ ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുത്താൽ 826 വരെ എൻട്രി എടുത്താൽ നമുക്ക് 812, 13 വരെ വരുന്നുണ്ട്. 13 രൂപ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ തിരിച്ച് പോയി വീണ്ടും ഹൈ അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് പോകുന്നതെന്ന് നോക്കുക. പോയിട്ടില്ല. തിരിച്ച് വീണ്ടും ഇവിടെ ഇറങ്ങുക ചെയ്തത്. അപ്പോൾ 826 താഴെ വീണ്ടും എൻട്രി നമ്മൾ വീണ്ടും എൻട്രി എടുക്കുക. 45-ൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അവിടുന്നത് 796 വരെ വന്നു. നമുക്കിവിടുന്ന് 825 796 വരെ, അതായത് 29-30 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് ആ ഷെയർ കൊടുത്തു. പിന്നെ അത് ഹൈ അടിച്ചിട്ടുമില്ല. അതിന് ശേഷം ഗരുഡ എന്ന് പറയുന്ന ഷെയർ, ഗരുഡ ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈയുടെ അവിടെ ഓപ്പണായി. അതിനുശേഷം ആ ഹൈയെ തന്നെ താഴോട്ടും വരുന്നുണ്ട്. ഇവിടുന്ന് ഹൈ അടിച്ചിട്ട് 104 എന്നത് 102, 2 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് പോയി ഹൈ അടിക്കുമ്പോൾ അത് ചെയ്യുന്ന അടുത്ത ലെവലിൽ പോയി അടിക്കുക ചെയ്യുന്നത്. അടുത്ത ലെവലിൽ പോയി അടിച്ച് ഇവിടെ ഇറങ്ങി 106-70 റേഞ്ചിൽ നമ്മൾ എടുത്താൽ നമുക്ക് 165 6 രൂപയ്ക്ക് എടുത്ത് പ്രോഫിറ്റ്. 6 രൂപ എന്ന് പറയുമ്പോൾ 6% പ്രോഫിറ്റ് 100 രൂപയുടെ ഷെയർ. അതിനുശേഷം നമുക്ക് ചാൻസ് വന്ന ബാങ്ക് ഓവർസീസ്, അത് ലാസ്റ്റിൽ അപ്പർ സർക്യൂട്ട് അടിച്ചെങ്കിൽ അത് ഓപ്പണിങ് നല്ല ചാൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ അറിയാം. ഓപ്പണിങ് പ്രീവിയസ് ഡേ ഹൈ R1-ന് മുകളിൽ, അതിനുശേഷം മുകളിൽ ഹൈ അടിച്ചു, അതിനുശേഷം ഇറങ്ങി. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി കിട്ടിയ 853-50 എൻട്രി എടുത്താൽ ഒരു 83 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. 3 രൂപ എന്ന് പറഞ്ഞാൽ മോശമല്ലാത്ത പ്രോഫിറ്റ് തന്നെയാണ്. അതിനുശേഷം സ്വാൻ എനർജി ഓപ്പണിങ്ങിൽ കുറച്ച് അപ്പിൽ ഓപ്പണായി. അതിനുശേഷം നേരെ പോയി പ്രീവിയസ് ഡേ ഹൈ അടിച്ചു. അതിനുശേഷം R1-ലോട്ട് പോയില്ല, തിരിച്ചിറങ്ങി. നമ്മളന്നേരം ഇവിടെ എൻട്രി എടുക്കുക. 728 എൻട്രി എടുത്താൽ 1 മണിക്കൂറിനുള്ളിൽ തന്നെ 707, അതായത് 20 രൂപ. ലാസ്റ്റിലായപ്പോൾ 700, 28 രൂപ പ്രോഫിറ്റിലോട്ട് വന്നു. വേറെ ചില ഷെയറിനകത്തും ചെറിയ ചാൻസുകൾ തന്നിട്ടുണ്ടായിരുന്നു. 5-6 ഷെയർ, ഞാൻ ഓൾറെഡി 4 കാണിച്ചു. വേറെ ഷെയറിനകത്ത് നമുക്ക് ചാൻസുകളുണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ട്രേഡിങ് നമുക്ക് കിട്ടിയ ഇതൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് നാളത്തേനുള്ള ഷെയറുകൾ നോക്കാം. നാളത്തെ നമ്മളെടുത്ത് വെച്ച് കുറച്ച് ഷെയർ എടുത്തിട്ടുള്ളൂ. ഇതിനകത്ത് ഈ ടോപ്പിൽ നിൽക്കുന്ന മൻബ എന്ന് പറയുന്ന ഷെയർ, ഈ ഷെയർ ഈ R1 റേഞ്ചിൽ പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ താഴോട്ട് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല ഹൈയിലടിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഇത്, ഒരു മിനിറ്റ്, മൻബ R1 അടിച്ചിട്ട് കിട്ടുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. അതല്ല ഈ ഹൈയുടെ മുകളിൽ അടിച്ചിട്ട് ഇറങ്ങുന്ന കണ്ടാൽ നമുക്ക് ഇപ്പോൾ 200 പോയിട്ട് ഈ ഹൈയുടെ താഴോട്ട് വരുവാണെങ്കിൽ പോലും നമുക്ക് ചാൻസ് എടുക്കാം. 3-4 രൂപയൊക്കെ പ്രോഫിറ്റ് കിട്ടാൻ നല്ല ചാൻസ് ആയിരിക്കും. BSC നമ്മൾ സൂക്ഷിച്ച് വേണം ട്രേഡ് എടുക്കാൻ. അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ക്ലോസിങ്. അപ്പം R1 ഇപ്പോൾ 5500 പോയിട്ട് R1 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചാൻസ് എടുക്കാം. അതും ചെറിയ ക്വാണ്ടിറ്റിയിലേ ചെയ്യാവും. ലംബോദര എന്ന് പറയുന്ന ഷെയർ ഹൈ അടിച്ചിട്ടോ R1 റേഞ്ച് കിട്ടിയിട്ടോ ഇറങ്ങുവാണെങ്കിൽ നല്ല ചാൻസ് ആയിരിക്കും. മെഡിക്യാം എന്ന് പറയുന്ന ഈ ഷെയറിനകത്ത് ഹൈ അടിച്ചിട്ടോ R1 റേഞ്ചിൽ നിന്ന് ഇതിനകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. ലിഖിത എനിക്ക് തോന്നുന്നത് ഈ R1 വന്നിട്ട് ഇറങ്ങുന്നുണ്ട്, നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. ഏസിനകത്ത് ചിലപ്പോൾ ഒരു നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് കിട്ടിയാൽ ചിലപ്പം 1500 റേഞ്ചിലോട്ട് വേണമെങ്കിലും വരാം. ഓപ്പണിങ് നല്ലൊരു ഹെവി മൂവ്മെൻറ്റ് കിട്ടി 1500 അടിച്ചതിന് ശേഷം ഈ 1588 കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് താഴോട്ട് പ്രതീക്ഷിക്കാം. ക്യാഷ് സ്റ്റോണിനകത്ത് ലെവലുകൾ നോക്കുക. R1 റേഞ്ചിൽ നിന്നൊക്കെ ക്യാഷ് സ്റ്റോണിനകത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ വലിയ പ്രോഫിറ്റ് പെർസെൻറ്റേജ് വൈസ് ഇറങ്ങത്തില്ല. നമ്മൾ പിന്നെ ചെയ്യാൻ പറ്റുന്ന ലെവലുകൾ വന്നിറങ്ങുകയാണെങ്കിൽ ക്വാണ്ടിറ്റി അടിച്ച് പ്രോഫിറ്റ് എടുക്കുക എന്നുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ 25 പോയിട്ട് ഈ ലെവൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എടുക്കാം, 2-3 രൂപയൊക്കെ കിട്ടും. ഗ്രാനുൾസ് ആണെങ്കിലും R1 R2 റേഞ്ച് കിട്ടി ഇറങ്ങുവാണെങ്കിൽ സൂപ്പറായിരിക്കും, നല്ലൊരു ചാൻസ് താഴോട്ട് കാണും. R1-ലാണെങ്കിലും ചാൻസ് എടുക്കാൻ കുഴപ്പമൊന്നുമില്ല.
ഈ 2 ഷെയറിനകത്ത് ഹെവി മൂവ്മെൻ്റ് ഒന്നും വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെങ്കിൽ ഇത് കണ്ടില്ലേ, ഹൈ 830, 31 ഈ റേഞ്ച് പോയിട്ട് തിരിച്ചിറങ്ങുവാണെങ്കിൽ അടിക്കാം. അതുപോലെ ഗോദ്രേജ് CPയിലെ R1 R2 ഒക്കെ പോയി ഏത് റേഞ്ചിൽ പോയിട്ടാണോ തിരിച്ചിറങ്ങുന്നത്, അപ്പോൾ നമുക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകളാണ്. പക്ഷേ ഈ മൂവ്മെൻറ്റ് കുറവായിരിക്കും. അപ്പോൾ റിസ്ക് അധികം എടുക്കാത്തവർക്കൊക്കെ ഇതിനകത്തൊക്കെ ലെവലുകൾ വന്നിറങ്ങുന്നതുകൊണ്ട് ചാൻസ് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ തന്നെയുള്ള ഷെയർസിനെ പറ്റിയുള്ള ഡീറ്റെയിൽസൊക്കെ. എല്ലാവർക്കും നല്ല ഒരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ നാളത്തെ ദിവസം എന്ന് ആശംസിക്കുന്നു. ബൈ.